ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി 21 കേന്ദ്രങ്ങളിൽ രാവിലെ ആരംഭിച്ച റെയ്ഡ് തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാർ, എൻ വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ കമ്മീഷണർ KS ബൈജു, S ജയശ്രീ എന്നിവരുടെ വീടുകളിലാണ് റെയ്ഡ്. ഇതിന് പുറമെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഓഫീസിലും സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ്റെ വീട്ടിലും ഓഫീസിലും ഉൾപ്പെടെ റെയ്ഡ് നടക്കുന്നുണ്ട്. കേസിൽ SIT അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കേസിലെ കള്ളപ്പണ ഇടപാടിൽ EDയും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഡാൻ കുര്യനും ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണോ? എന്തെങ്കിലും നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ EDക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മൂന്ന് സംസ്ഥാനങ്ങളിലും 21 സ്ഥലങ്ങളിലുമായി ഇന്ന് പുലർച്ചെ തുടങ്ങിയ പരിശോധനയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ നടന്നത്. ആ പരിശോധനയിൽ സുപ്രധാനമായ ചില രേഖകൾ പലയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന പ്രാഥമികമായ വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതോടൊപ്പം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മാത്രമാണ് രാവിലെ 7 മണിക്ക് തന്നെ പരിശോധന ആരംഭിക്കാൻ കഴിയാതിരുന്നത്. കാരണം ദേവസ്വം ബോർഡ് ഓഫീസിലെ ജീവനക്കാർ ഓഫീസ് സമയത്ത് മാത്രമാണ് അവിടേക്ക് എത്തിയത്. അവർ സാധാരണയായി ഇങ്ങനെയുള്ള പരിശോധനകളൊന്നും നടക്കുന്നുണ്ട് എന്നറിയാതെ ഓഫീസിലേക്ക് എത്തിയവരായിരുന്നു പലരും. അവിടെ എത്തിയപ്പോൾ മാത്രമാണ് സായുധരായ ഉദ്യോഗസ്ഥർ ഗേറ്റിന് മുൻപിൽ നിലയുറപ്പിച്ചിരിക്കുന്നതും അവരുടെ അനുവാദത്തോടെ മാത്രം അകത്തേക്ക് ഐഡന്റിറ്റി കാർഡുകൾ പരിശോധിച്ചതിനു ശേഷം കയറ്റിവിടുകയുമൊക്കെ ചെയ്ത സാഹചര്യമുണ്ടായത്. പിന്നീട് അതീവ രഹസ്യമായിട്ടായിരുന്നു പരിശോധനകൾ. ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തെ പ്രധാനപ്പെട്ട കവാടം അടച്ചതിനു ശേഷം മറുവശത്തു കൂടിയാണ് ജീവനക്കാരെ അടക്കം അകത്തേക്ക് കയറ്റിവിട്ടത്. മുഴുവൻ സമയവും ഉദ്യോഗസ്ഥരുടെ കാവൽ. അതിനിടയിലാണ് ഈ പരിശോധനയെല്ലാം നടന്നുകൊണ്ടിരുന്നത്. എടുത്തു പറയേണ്ടുന്ന കാര്യം, 90 ദിവസം പിന്നിട്ടതിന് ശേഷം, അതായത് SITയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ആരംഭിച്ച് 90 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുന്നത്. അതായത് ഒരേ സമയം 21 സ്ഥലങ്ങളിൽ നേരത്തെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത 2 FIRകളിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വീടുകളിലും ഓഫീസുകളിലും ഈ പരിശോധന നടന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധന്റെ വസതിയിലും ഇയാളുടെ റഥം ജുവലറിയിലും ഉൾപ്പെടെയായിരുന്നു പരിശോധന. അതോടൊപ്പം ഈ സ്വർണം ഉരുക്കി മാറ്റിയ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ചെന്നൈയിലെ ഓഫീസിൽ പങ്കജ് ഭണ്ഡാരിയുടെ വീട്ടിൽ അടക്കം ഈ പരിശോധന നടന്നിട്ടുണ്ട്. അതായത് ഇതിന്റെ ഒരു മാനം എത്രത്തോളമാണ് എന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായേക്കുന്ന തുടർ നീക്കങ്ങളും. അങ്ങനെയാണെങ്കിൽ ഇനി വ്യക്തത വരാനുള്ളത് ഒരു കാര്യത്തിൽ മാത്രമാണ്. ഈ വ്യാപകമായ റെയ്ഡിനപ്പുറത്തേക്ക് SIT ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തന്ത്രി കണ്ഠര് രാജീവര് വരെയുള്ളവരുടെ വലിയൊരു പട്ടികയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ ഉന്നതരിലേക്ക് EDയുടെ അന്വേഷണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന വേളയിൽ ചെന്നെത്തുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. തീർച്ചയായും ഡാൻ, നേരത്തെ ഹൈക്കോടതി ഇന്നലെ ചൂണ്ടിക്കാണിച്ച കാര്യവും അതുതന്നെയായിരുന്നു. കാരണം ഈ ശാസ്ത്രീയ പരിശോധനാ ഫല റിപ്പോർട്ടും SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെ കോടതി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, കഴിഞ്ഞ 20 വർഷത്തോളമായി ആസൂത്രിതമായിട്ടുള്ള പല ഇടപാടുകളും ഈ ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. അവിടെ നിന്നും പാളികൾ പൂർണ്ണമായും എടുത്തുകൊണ്ട് പോയോ എന്നുപോലും സംശയം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇനിയും കൂടുതൽ പ്രതികളുണ്ടാകും, കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന കൃത്യമായ സൂചന നൽകുന്നു. അവിടെയാണ് ED ഈ കളത്തിലിറങ്ങിയത്, അതായത് രംഗത്തിറങ്ങിയതോടെ പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും ഉയരുന്നത്. ഒരുപക്ഷെ ഉന്നതരിലേക്ക്, ഇനി പ്രധാനപ്പെട്ട ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങണം. അത്തരമൊരു നീക്കം EDയുടെ ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടാകുമോ? മാത്രമല്ല, ഈ റെയ്ഡിന് പിന്നാലെ എന്തൊക്കെ പ്രതീക്ഷിക്കാം? അതായത് 6 ഭരണസമിതികൾ, കൃത്യമായി പറഞ്ഞാൽ 20 വർഷത്തിനകത്ത് വന്ന 3 വർഷത്തെ ഭരണസമിതിയുടെ കാലാവധി വെച്ച് നോക്കിയാൽ 6 ഭരണസമിതികൾ, LDFന്റെയും UDFന്റെയും മാറി മാറി വന്ന സർക്കാരുകളുടെ കാലത്തുണ്ടായിരുന്ന ഭരണസമിതികൾ എല്ലാവരും ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്ന അസാധാരണമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ED ഒരു വശത്ത് ഇങ്ങനെ തിടുക്കത്തിലുള്ള നീക്കങ്ങൾ വ്യാപകമായി നടത്തുമ്പോൾ അത് SITക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടാക്കും. കാരണം 90 ദിവസമായി SITക്ക് കണ്ടെത്താൻ കഴിയാത്ത ഏതെങ്കിലും തെളിവുകൾ
ED കണ്ടെത്തുകയോ SIT ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാത്ത ആരെയെങ്കിലും ED ചോദ്യം ചെയ്യുകയോ SIT അറസ്റ്റ് രേഖപ്പെടുത്താത്ത ഏതെങ്കിലും ഉന്നതരെ ED അറസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ SITയുടെ ഇടപെടലുകളിലെ അന്വേഷണത്തിലെ സുതാര്യത വലിയ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടും. രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉയരും. അത് നേരത്തെ തന്നെ പ്രതിപക്ഷം ഈ അന്വേഷണത്തിൽ സർക്കാർ ഇടപെടുന്നു, ആഭ്യന്തര വകുപ്പ് ഇടപെടുന്നു തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. എന്തായാലും ആ സമ്മർദ്ദം മറികടക്കാൻ SITയുടെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങളാകും ഉണ്ടാകുക എന്നതാണ് ഇനി അറിയാനുള്ളത്. അതിന്റെ ഭാഗമായി ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം 5 പ്രധാനപ്പെട്ട വ്യക്തികളിലേക്ക് കൂടി അന്വേഷണം വൈകാതെ എത്തുമെന്നുള്ള സൂചനകളുണ്ട്. പക്ഷേ അവർ ആരാണ് എന്നുള്ള കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ 5 പേർ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് മാറി രാഷ്ട്രീയമായി സ്വാധീനമുള്ള രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധമുള്ള ആരെങ്കിലും ആണെങ്കിൽ, ഏതെങ്കിലും പ്രമുഖരാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന പൊല്ലാപ്പ് ചെറുതായിരിക്കത്തില്ല. എന്തായാലും നിർണായകമായ ഒരു ഘട്ടത്തിൽ SIT കൂടുതൽ അറസ്റ്റിലേക്ക് കേസുമായി ബന്ധപ്പെട്ട് കടക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എന്തായിരിക്കും ഇനി EDയുടെ ഭാഗത്തുണ്ടാകാൻ പോകുന്ന നടപടികൾ? കൂടുതൽ ഉന്നതർ കുടുങ്ങുമോ? കാരണം LDFന്റെ മാത്രമല്ല UDFന്റെ ഭരണസമിതിയും സംശയനിഴലായിരിക്കുന്ന സാഹചര്യം. ഡാനി ഇപ്പോൾ കൂടി ചേരുന്നു. ഡാനി, നിർണായകമായിട്ടുള്ള നീക്കം EDയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒരേ സമയം രാവിലെ മുതൽ വിവിധയിടങ്ങളിൽ 20-ലധികം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. ഈ ഒരു റെയ്ഡിന് ശേഷം ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാം. ED വൃത്തങ്ങൾ എന്താണ് നൽകുന്ന സൂചനകൾ? ഈ നേരത്തെ തന്നെ SIT പ്രതിയാക്കിയവരെല്ലാം ED രേഖപ്പെടുത്തിയ കേസിലും ED രജിസ്റ്റർ ചെയ്ത കേസിലും പ്രതികളാണ്. അതോടൊപ്പം കൂടുതൽ പ്രതികൾ ഉണ്ടാകുമോ? ഏതായാലും ടോം, EDയുടെ ഒരു അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ECR രജിസ്റ്റർ ചെയ്ത് അവരെ മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ആദ്യ നടപടി എന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് വ്യാപകമായ രീതിയിലുള്ള പരിശോധനകൾ നടന്നത്. 21 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. അത് കൊച്ചിയിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും എല്ലാം തന്നെ ഉദ്യോഗസ്ഥരടക്കം ഇതിൽ പങ്കാളികളായിരുന്നു. ഏതായാലും അവരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ളൊരു പരിശോധന നടന്നിരിക്കുന്നു. ഈ പറഞ്ഞ അവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അടക്കം വ്യക്തമാക്കുന്ന ഒരു വലിയ കാലയളവിൽ തന്നെ ആരോപണ വിധേയമായ ഒരു വലിയ കാലയളവ് അവർക്ക് മുന്നിലുണ്ട്. ഇതിലെ ഒരു സമഗ്ര ചിത്രം തന്നെയാണ് പരിശോധിക്കപ്പെടേണ്ടത്. അതിനുവേണ്ടിയുള്ളൊരു ശ്രമത്തിലാണ്. ഇതിൽ നടന്നിട്ടുള്ള പല ഇടപാടുകളും തന്നെയും വഴിവിട്ടുള്ളതാണെന്ന് ഇവിടെ ക്രൈംബ്രാഞ്ച് അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുമ്പോൾ തന്നെ ബോധ്യമായിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം അടക്കം കേസ് രജിസ്റ്റർ ചെയ്ത് പോകുന്നതിലൂടെ തന്നെ അത് വ്യക്തമായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ED കൂടി ഇതിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത്. ഏതായാലും 11 പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുണ്ട്. അതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് വളരെ സജീവമായി നിലനിൽക്കുന്നത്. അത് അന്വേഷണ സംഘത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിലും കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കാമെന്ന് സൂചന നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇതിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഹൈക്കോടതി തന്നെ ചോദിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 5 പേരോളം പേർ, അതിൽ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടാതെ തന്നെയാണ് ചോദിക്കുന്നത്. അവർ എന്തുകൊണ്ട് ഇവരിലേക്ക് എത്തുന്നു അന്വേഷണം എന്നതെല്ലാം തന്നെ ചോദിക്കുകയുണ്ടായി. അതിൽ 3 പേരെങ്കിലും ഉടൻ കസ്റ്റഡിയിലോ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും അറസ്റ്റ് ഇനി കൂടുതലുണ്ടാകാം, കൂടുതൽ പ്രതികളുണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാവുകയും ചെയ്യുന്നത്. EDയുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴും ഇനിയിപ്പോൾ ലഭ്യമായ വസ്തുതകൾ, അതായത് ഇപ്പോൾ റെയ്ഡിൽ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളും കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കൃത്യമായും ഈ പണവിനിയോഗം തന്നെയാണ് കൂടുതലായും ED പരിശോധിക്കുന്നത്. ED സംശയിക്കുന്നത് ഇതിൽ കണക്കിൽപ്പെടാത്ത പണം അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പണം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ED മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പരിശോധനയിൽ ഈ പ്രതികളാക്കപ്പെട്ടവരുടെയും അല്ലാത്തവരുടെയും എല്ലാം തന്നെ ഇപ്പോൾ വീടുകളിലും ഓഫീസുകളിലും നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളെല്ലാം തന്നെ കൃത്യമായ പരിശോധനകളിലേക്ക് പോകേണ്ടതുണ്ട്. ബാങ്ക് ഇടപാടുകളെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതൊരു വലിയ പ്രക്രിയ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമേ EDയുടെ ഒരു അടുത്ത നീക്കം എന്തെന്ന് വ്യക്തമാവുകയുള്ളൂ. സ്വാഭാവികമായും അവരെ ഇതിന് ഈ പണം മുടക്കിയവർ ആരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. വലിയൊരു മാഫിയയാണ് ഇതിന് പിറകിലുള്ളത് എന്ന് തന്നെയാണ് ലഭ്യമായ സൂചനകൾ പ്രകാരം പ്രത്യേക അന്വേഷണ സംഘം തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. EDയും അതേ അനുമാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇതിന്
ഈ കവർച്ച വലിയ രീതിയിലൊരു കൊള്ള എന്ന് പറയുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ പേരുടെ ഒരു ആസൂത്രണത്തിൽ മാത്രമായിരിക്കും ഇതൊരു വലിയ രീതിയിലുള്ളൊരു ആസൂത്രണത്തിലുണ്ടാകാം. ഇപ്പോൾ പ്രധാനമായും തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ED അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്, ED കസ്റ്റഡിയിലെടുക്കുന്നത് ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലേക്ക് വരാത്തവരെയാണോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം EDയുടെ അന്വേഷണം ഏത് രീതിയിലാണ് എന്നതാണ് അതിൻ്റെ ഒരു സൂചനകൾ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും ആദ്യ നടപടികളുമെല്ലാം അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായ സൂചനകൾ നൽകുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് പ്രത്യേക അന്വേഷണ സംഘവും EDയും രണ്ടു വഴിക്കാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വിശദീകരണവും വ്യക്തതയും ഉണ്ടാകുകയുള്ളൂ. ഏതായാലും ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിന് ED ഇറങ്ങുമ്പോൾ അത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ചില പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് ബാങ്ക് ഇടപാടുകൾ, അന്തർ സംസ്ഥാന ബന്ധങ്ങൾ, ഇതെല്ലാം തന്നെ പരിശോധിച്ചു പോകുന്നതിലെ പരിമിതികൾ ഉണ്ട്. EDക്ക് മുന്നിൽ അത്തരം പരിമിതികളില്ല. വലിയ നീക്കമാണോ നടക്കുന്നതെന്ന് പോലും. കാരണം പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്തെ ഭരണസമിതിയും ഈ രീതിയിൽ ഭരണസമിതിയുടെ കാലത്തും ചില വഴിവിട്ട നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിയമവിരുദ്ധമായ ഇടപെടലുകൾ ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെയാണിത് രാഷ്ട്രീയപരമായി ഇവിടെ ആരോപണം നിൽക്കുന്നത്. കാരണം SIT കേസിനെ വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണ് നടക്കുന്നത്. സ്വർണ്ണപ്പാളിയുടെ കവർച്ചാ കേസിൽ എന്തുകൊണ്ട് അതിലേക്ക് നീങ്ങുന്നില്ല? ഇവിടെ ഈ ED ഇറങ്ങുമ്പോൾ, അതായത് ED അന്വേഷണവുമായി രംഗത്തിറങ്ങുന്നൊരു പശ്ചാത്തലത്തിൽ SITയുടെ കണ്ടെത്തലുകൾക്കപ്പുറം എന്തുണ്ടാകുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല പല ഉന്നതരിലേക്കും ഇപ്പോഴും അന്വേഷണം എത്തിയിട്ടില്ല. മുൻ മന്ത്രിയെ കടകംപള്ളിയെ ചോദ്യം ചെയ്തെങ്കിൽ പോലും അതിനപ്പുറം കൂടുതൽ നടപടികൾ ഉണ്ടായില്ല. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. അതായത് ഈ കഴിഞ്ഞ 2019 മുതലുള്ള കാലയളവിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിന് പകരം അതിന് മുൻപുള്ള കാലയളവിൽ എന്ത് നടന്നു, അവിടെ UDFനെയും കൂടെ ഈ കേസിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നു. UDFൻ്റെ ഭരണസമിതിയെയും കൂടി കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നു. അവിടെ രാഷ്ട്രീയ പ്രേരിതമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങളെന്നാണ് പ്രധാനമായും പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ EDയുടെ നീക്കങ്ങൾ എന്താണെന്നാണ് അറിയേണ്ടത്. അതിനപ്പുറം, കാരണം ED കള്ളപ്പണ ഇടപാടിനപ്പുറം മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്? ഇതിൽ ED കഴിഞ്ഞ നാളുകളിൽ, അതായത് 20 വർഷത്തോളം നീളുന്ന കാലയളവിലെ വന്നിരിക്കുന്ന ഒരു ക്രമക്കേടുകളുണ്ട്, ആക്ഷേപങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ പ്രാഥമികമായി പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾക്കപ്പുറം അവിടെ ഈ പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ചില നടപടികളുണ്ട്, സംശയത്തിലേക്ക് നീളുന്ന ചില വസ്തുതകളുണ്ട്. അത് അവിടെയുള്ള ഈ കാണിക്ക സമർപ്പണം ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എത്രമാത്രം സുതാര്യമായിരുന്നു എന്നതെല്ലാം തന്നെയും EDയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരും. കാരണം അതിൻ്റെ മറവിൽ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഈ വഴിപാടുകളടക്കം പരിശോധിക്കപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പൊതുവിൽ ആക്ഷേപമുയരുന്നു. അപ്പോൾ ED ആ രീതിയിലുള്ള ഒരു സമഗ്ര അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ടോ എന്നതാണ് അറിയേണ്ടത്. നിലവിൽ EDക്ക് ഇപ്പോൾ ഈ പരിശോധനയിൽ ലഭ്യമാവുന്ന വസ്തുതകളുടെ അല്ലെങ്കിൽ ഈ ബാങ്ക് ഇടപാടുകൾ, പണ ഇടപാടുകൾ തമ്മിൽ ലഭ്യമാവുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ED അത്തരം കാര്യങ്ങളിലൊരു മുന്നോട്ട് പോക്കുണ്ടാകുക. അതിൽ ഈ പരിശോധനയിൽ ലഭ്യമായ രേഖകളടക്കം വിശദമായി അന്വേഷിച്ച് പോകേണ്ടതുണ്ട്. തുടർച്ചയായ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഏതായാലും അതിലേക്ക് എത്രമാത്രം സമഗ്രമായിട്ടായിരിക്കും മുന്നോട്ട് പോകുക, അതോ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആക്ഷേപങ്ങളിൽ കള്ളപ്പണമടക്കം ഉണ്ടായിട്ടുണ്ട്, ഇത്തരം ഇടപാടുകൾ, അന്തർ സംസ്ഥാന ബന്ധങ്ങളിൽ എന്താണ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതിൽ പ്രത്യേക താല്പര്യം മുടക്കി പണം മുടക്കുകയോ മറ്റെന്തെങ്കിലോ ചെയ്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ അവരുടെ ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിലേക്കുള്ളത്. അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യമായ ഏതെങ്കിലും ഒരു തെളിവുകളോ വസ്തുതകളോ ഇന്നത്തെ പരിശോധനയിൽ EDക്ക് ലഭ്യമാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു വലിയ ബ്രേക്ക് ത്രൂ അവിടെ പ്രതീക്ഷിക്കാം. നമുക്ക് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്കോ നിർണായകമായ ഘട്ടത്തിലേക്കോ
EDയുടെ ഒരു ഇടപെടൽ അത് സാധ്യമായേക്കാം. ഏതായാലും വലിയ രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം തന്നെ ഉയരുന്ന കാലഘട്ടം ഈ ഒരു സമയം തന്നെയാണ്. പ്രത്യേകിച്ച് ED വരുമ്പോൾ തന്നെ അതിനെ പല മാനങ്ങളും ഈ കേസിനെ കൈവരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘവും വ്യക്തമാണ്. ഡാനി പോളും ഡാൻ കുര്യനുമാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.